സുഗതൻ സാറേ, സത്യത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഓൺലൈൻ വരുന്നു എന്നൊക്കെ ആദ്യം പറയുന്നത് കേട്ടപ്പോൾ നമുക്കൊരു പങ്കപ്പാടുണ്ടായെങ്കിലും അത് പ്രാവർത്തികമായി വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഗുണം ശരിക്കും കിട്ടുകയുമാണ് ചെയ്തത്. ആമേ കറക്റ്റ്? ശരിയാണ് സാറേ, നമുക്കൊരു ഭയപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വരുമാന സ്രോതസ് വറ്റി വരുള്ളൂന്ന്. പക്ഷെ അങ്ങനെ ഇല്ല. സ്രോതസ്സുകളൊക്കെ മുൻകാല തേജസ്സോടുകൂടി നിലനിൽക്കുകയും എന്നാൽ തൊഴിൽ നടപടിക്രമങ്ങളൊക്കെ വളരെ ലഘൂകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ മാനസിക സംഘർഷങ്ങളെ ഇല്ലായ്മ ചെയ്യും, ദൈനംദിന ജീവിതത്തിലെ പുതിയ ഉണർവ് ആർജിക്കുകയും ചെയ്യും. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. എല്ലാ തൊഴിൽ മേഖലകളിലും സാർവത്രികമായി ഈ നവസംരംഭം വന്നതോടുകൂടിയിട്ട് കേരളീയ സമൂഹത്തിന്റെ സംവേദന രീതിക്ക് തന്നെ അല്ലെങ്കിൽ സംവേദന ശൈലിക്ക് തന്നെ ഒരു ദിശാബോധം ഉണ്ടായിരിക്കുകയാണ് അല്ലേ? സാറേ, നിങ്ങൾ എന്താ പറയണേ? എന്തുപറ്റി? അല്ല, ഒന്നും മനസ്സിലാവണില്ല. ഏതോ സാഹിത്യ ചർച്ചയുടെ ഇടയിലൊക്കെ പോയിരിക്കണ പോലെയുണ്ട്. സാർ, ഇതൊരു ഓഫീസല്ലേ സാറേ? മനുഷ്യന് മനസ്സിലാവണ ഭാഷയിൽ വല്ലതും പറ. മൊയ്തു സാർ തരണേ കണ്ണടയാണ്, അതല്ലേ മുഖത്തിരിക്കണേ? കണ്ണടയല്ല, എന്റെ പെണ്ണ് കാണുന്നില്ല. കൊറേ നേരമായി പെണ്ണ് തെരഞ്ഞെടുക്കണേ. ഇന്നിപ്പോ പേനയാണ്, ഞാൻ എടുത്തിട്ടില്ല. അല്ല, ഞാൻ രാവിലെ എഴുതിയതാണ്, കൊറേ എഴുതിയതാ, പെട്ടെന്ന് കാണാണ്ടായി. സാറാ മേശപ്പുറത്തൊക്കെ നന്നായിട്ട് നോക്ക്. മേശപ്പുറത്തൊക്കെ നോക്കി ഞാൻ മണ്ടു, എല്ലാം മേശപ്പുറത്ത് നോക്കി, എവിടെയില്ല. സുഗതൻ സാറേ, നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്ത ഈ വിഷയമുണ്ടല്ലോ, ഓൺലൈൻ, മൊയ്തുവിനെ പോലുള്ള ആളുകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടില്ല. എന്താ കാരണം? എന്താ നിങ്ങൾ പറയൂ. എന്തുട്ട കാര്യം? അതായത് ഇത്തരത്തിലുള്ള ആളുകൾ ഈ ആധുനികതയെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ആർജവം കാണിക്കുന്നില്ല. അവര് എപ്പോഴും അന്വേഷണത്തിലാണ്. അവര് മരണം വരെ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കും. സാറേ, സാറ് പേന തരണതിനെ പറ്റിയാ ഇവര് പറയണ. ബ്രോ, അല്ല സാറ് കണ്ടിന് എന്റെ പേന രാവിലെ മുതൽ കാണുന്നില്ല, എല്ലായിടത്തും തെരഞ്ഞു. ഇനിയിപ്പോ ഏടെ പോയിട്ട് ഇത് തെരയാന്ന്. സാറേ, ആ ഒന്നിവിടെ വരി. ഓ, ലാടം കെട്ടിയ കുതിരയെ പോലെ ഒരേ വഴിക്ക് തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കുഴിയിൽ പോയി മൂക്കും കുത്തി വീഴും. ചുറ്റുവട്ടം നോക്കണം. നോക്കി, ഞാൻ എല്ലായിടത്തും നോക്കി, കാണില്ല. അങ്ങോട്ട് തിരി. ശരി, നിങ്ങളെടുത്ത് ചെക്കില്ലേ ആള് കളിപ്പിക്ക. എന്തൊക്കെ പണി ഉണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ചിരിക്കണം എല്ലാരും. അത് ശരി.